പാർട്ടിയില്ല പറയേണ്ടതിന്. ഞാൻ മത്സരിക്കുന്നു പറയുന്നത് എങ്ങനെയാ? പാർട്ടി തീരുമാനിക്കണം. പാർട്ടി തീരുമാനിച്ചാൽ ഞാൻ മത്സരിക്കും, ഇല്ലെങ്കിൽ മത്സരിക്കില്ല. താല്പര്യം അറിയിച്ചിട്ടില്ല. ചോദിച്ചാൽ പറയാം, അത്രയേ പറയാം. ചോദിക്കുന്ന വിചാരിക്കുന്നു. അല്ല, അതിനെ ഒരു നാട് മുഴുവൻ എതിർത്തതാണ്. ഒരു നാട് മുഴുവൻ. അന്ന് അവിടെ അവർ പിന്നെ പെറുക്കി കുരേറം കൂട്ടിയ എല്ലാ കല്ലുകളും നാട്ടിലെ ജനങ്ങൾ, സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും പറച്ച് എടുത്ത് കൊണ്ടുപോയിട്ട് കടലിൽ കൊണ്ടു തൂപ്പിയതാണ്. എരിയും വന്നാൽ അതുപോലെ സമരം അവിടുത്തെ ജനങ്ങൾ കൊണ്ടു നടക്കും. ഒരു കാരണവശാലും ആ പ്രദേശത്ത്, അത് നിങ്ങൾക്കതിൻ്റെ ഗൗരവം അറിയില്ല, ഞാൻ ആ ഭാഗത്തുള്ള ആളാണ്. ഇത് വന്നാലുണ്ടാകാവുന്ന പ്രയാസം ജനങ്ങൾക്ക് ചെറുതല്ല. ആ പ്രയാസം സഹിക്കാൻ ആളുകൾക്ക് താല്പര്യമില്ല. അതിന് മാത്രമുള്ള ഗുണം അതുകൊണ്ട് കിട്ടുന്നില്ല. പക്ഷെ നേരത്തെ BJP നേതാക്കളും കേന്ദ്രത്തിന്റെ ഒരു എതിർപ്പുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, കേന്ദ്രവും സംസ്ഥാന സർക്കാരും. അല്ല, അത് നിങ്ങൾക്ക് അറിയണ്ട. കേന്ദ്രവും അവർ ഒരുമിച്ചാലൊന്നും പ്രശ്നമില്ല. നമുക്ക് ജനങ്ങൾക്ക് പിന്നെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു വികസനം ആ നാടിന് നമുക്ക് ആവശ്യമില്ല എന്നതാണ് ഞങ്ങളുടെ താല്പര്യം. കേട്ടോ, മുഖ്യമന്ത്രി പല വിഷയങ്ങളിലായിട്ട് ന്യൂനപക്ഷ വർഗീയത പ്രത്യേകിച്ച് അതിപ്പോ അയാൾ കുറെ കാലമായിട്ട് അദ്ദേഹം അതിന്റെ ഒരു രാജാവായി മാറിയിരിക്കല്ലേ. ആദ്യമായിട്ടാണ് ഇന്ത്യയിലെ കേരളത്തിന്റെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ഇതുപോലെ ഒരു വർഗീയ കക്ഷിയായി, വർഗീയ താല്പര്യത്തിന്റെ വക്താക്കളായി മാറിക്കൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ സംഭവമാണ്. എത്ര കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ കണ്ടിട്ടുണ്ട്? ആരെങ്കിലും ഇതുപോലെ കണ്ടിട്ടുണ്ടോ? പിണറായി വിജയനല്ലേ അതിനെല്ലാം എല്ലാത്തിനും ചുക്കാൻ പിടിക്കുന്നത്? അതൊന്നും ഇവിടെ ഈ രാജ്യത്ത് ഇപ്പം പ്രശ്നമില്ല, ഒരു പ്രോബ്ലം ഇല്ല. അതൊക്കെ അന്വേഷിക്കുന്ന കൂട്ടർ അന്വേഷിക്കട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.